പരിശുദ്ധമായ സഫർ മാസം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശ്വാസിയും വലിയ തയ്യാറെടുപ്പിൻ്റെ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സഫർ മാസം കഴിഞ്ഞാൽ വിശ്വാസികളെ കാത്തിരിക്കുന്നത് വസന്ത കാലഘട്ടമാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി വന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. അല്ലാഹു തആല ഒരുപാട് റബീഉൽ അവ്വലുകളെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിച്ചതും ബഹുമാനിച്ചതും സ്നേഹിച്ചതും പരിഗണിച്ചതും ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എല്ലാ നിലയ്ക്ക് പരിശോധിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യവുമാണ്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ മാസം പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടന്നത് അത് പരിശുദ്ധമായ റമളാൻ മാസത്തിലായിരുന്നില്ല, അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് വരെ റബീഉൽ അവ്വൽ മാസത്തിന് ചരിത്രത്തിൽ പ്രത്യേകമായ പരിഗണനകളൊന്നുമില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് റമളാൻ മാസത്തിലാണെങ്കിൽ ചിലരെങ്കിലും വിചാരിച്ചു പോകും, റമളാൻ മാസത്തിൽ ജനിച്ചതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രക്കധികം ശ്രേഷ്ഠത ലഭിച്ചത് എന്ന്. എന്നാൽ അള്ളാഹുവിന് ചില നിർബന്ധങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസത്തിന് തന്നെ പരിഗണന കിട്ടാൻ, പ്രത്യേകത കിട്ടാനുള്ള കാരണം അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതുകൊണ്ടാണ്. നോക്ക് നിങ്ങൾ, ദിവസത്തിൽ ഏറ്റവും മഹത്തരമേറിയ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപിറവിക്ക് അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളുടെ വിശദീകരണം ഫീഹി വുലിത്തു, ഞാൻ ആ ദിനത്തിലാണ് പ്രസവിച്ചത് എന്നുള്ളതാണ്, ആ ദിനത്തിലാണ് ഞാൻ ജനിച്ചത് എന്നുള്ളതായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ജനിച്ചതുകൊണ്ടാണ് ഹബീബായ തങ്ങൾക്ക് പ്രത്യേകത എന്ന് വിചാരിക്കാൻ പാടില്ല. മറിച്ച് ഹബീബായ തങ്ങൾ ജനിച്ചതുകൊണ്ടാണ് തിങ്കളാഴ്ചക്ക് പ്രത്യേകത, അങ്ങനെയാണ് ചരിത്രം വായിക്കേണ്ടത് എന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ട്. നിങ്ങളുടെ മക്കയിലേക്കൊന്ന് നോക്കൂ. എല്ലാ നബിമാരുടെയും പാദസ്പർശകങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് പരിശുദ്ധമായ മക്ക. എന്നാൽ ആ മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നു. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പരിശുദ്ധമായ മക്കയിലല്ല, മദീനയിലാണ്. മഹത്തുക്കളുടെ ഉദ്ധരണികളിൽ കാണാം, മക്കക്കാണോ മദീനക്കാണോ ഏറ്റവും കൂടുതൽ പരിശുദ്ധി ശ്രേഷ്ഠത എന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു അത് മദീനക്കാണ്. എന്താണ് മദീനക്ക് പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണം? മക്കയ്ക്ക് പ്രത്യേകത ഉണ്ടാകാൻ അനേകം കാര്യങ്ങളുണ്ട്. ആദം നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും അടക്കമുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് മക്ക. എന്നാൽ മദീനക്ക് പ്രത്യേകത ഉണ്ടാകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചിരുത്തിയ ഭൂമിയാണ്. അതുകൊണ്ടാണ് മദീനക്ക് പ്രത്യേകത. എന്ന് വെച്ചാൽ ചരിത്രത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകതകളുണ്ട്, പരിശുദ്ധിയുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് വായിക്കാൻ കഴിയും. അങ്ങനെയുള്ള പരിശുദ്ധിയും പ്രത്യേകതയുമുള്ള മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. ആ റബീഉൽ അവ്വൽ മാസത്തെ മറ്റുള്ള മാസങ്ങളെ പോലെ പരിഗണിക്കാതെ പ്രത്യേകമായി പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ പേരിൽ വലിയ രൂപത്തിലുള്ള പുണ്യകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് പാരായണം നടത്തുക, റബീഉൽ അവ്വൽ മാസത്തിൽ തെരുവോരങ്ങളിലും വീടുകളിലും പള്ളികളിലുമെല്ലാം വലിയ രൂപത്തിലുള്ള വിളക്കുകൾ സ്ഥാപിക്കുക, ഇതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കാര്യമാണ്. 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 894 വഫാത്തായ മഹാനായ ഇമാം അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഖാസിം അൽ റസ്സാഅ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ലമ്മാ സുഇല അമ്മാ യഖഉ ഫീ ഹാദൽ യൗം മിൻ വുഖൂദി ശംഇ വഗൈരി ദാലിക ലിഅജ്ൽ ഫർഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ സന്തോഷ
ആഘോഷ പ്രകടനത്തിന്റെ ഭാഗമായി മെഴുകുതിരി കത്തിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. എന്ന് വെച്ചാൽ അക്കാലത്ത് മെഴുകുതിരിയാണ്, ഇന്നത്തെ പോലെ അലങ്കാര ലൈറ്റുകളില്ല. അതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിക വീക്ഷണം എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി അല്ലദീ യൽഹറു അന്നഹു ഈദും മിൻ അഅയാദിൽ മുസ്ലിമീൻ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്, റബീഉൽ അവ്വൽ 12ന്റെ ദിവസം എന്ന് പറയുന്നത് അത് മിൻ അഅയാദിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ പെട്ടതാണ് എന്ന് മാത്രമല്ല വമൗസിമും മിൻ മവാസിമിഹിം, മുസ്ലിമീങ്ങൾ ആഘോഷിക്കേണ്ട ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് ആഘോഷത്തിന്റെ രാവുകളാണ്. അതുകൊണ്ട് വകുല്ലു മാ യഖ്തലീഹിൽ ഫർഹു വസ്സുറൂറു ബിദാലികൽ മൗലിദിൽ മുബാറക്, അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ തങ്ങളുടെ മൗലിദിനെ പരിഗണിച്ചുകൊണ്ട്, ഹബീബായ തങ്ങളുടെ തിരുപിറവിയെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മിൻ ഈഖാദിശ് ശംഇ വ ഇംതാഇൽ ബസർ, കണ്ണിന് കുളിർമയേകുന്നത്, ഹൃദയത്തിന് ആനന്ദം പകരുന്ന അനുവദനീയമായ എല്ലാ കാര്യങ്ങളും അംറുൻ മുബാഹുൻ ലാ യുൻകറു, ആ കാര്യങ്ങളെല്ലാം അനുവദനീയമാണ്, ആ കാര്യങ്ങളൊന്നും തന്നെ എതിർക്കപ്പെടേണ്ടതല്ല എന്ന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ പണ്ഡിതർ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദിൽ മുർസലീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നോ രണ്ടോ ചരിത്രങ്ങളല്ല, അനേകം ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഓടി ഓടി വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമുക്ക് മാറ്റത്തിന്റെ മാസമാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പള്ളികളിലെല്ലാം മൗലിദിന്റെ ഈരടികൾ മുഴങ്ങി കേൾക്കേണ്ടതാണ്. എന്താണ് ഒരു വീട്ടിൽ മൗലിദ് ഓതിയാലുള്ള ഗുണം എന്ന് പറയുന്നത്? മഹാനായ അല്ലാമ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു വീട്ടിലോ, ഏതെങ്കിലും ഒരു ഭവനത്തിലോ, ഏതെങ്കിലും ഒരു സ്ഥലത്തോ, മഹല്ലത്തിലോ, പ്രദേശത്തോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്താൽ ഇല്ലാ ഹഫത്തിൽ മലായികതു ബിദാലികൽ ആ മൗലിദ് പാരായണം ചെയ്ത പ്രദേശത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ആവരണം ചെയ്യപ്പെടുന്നു, അല്ലാഹുവിന്റെ മലക്കുകൾ വലയം ചെയ്യപ്പെടുന്നു. വഅമ്മഹുമുല്ലാഹു തആല ബിർറഹ്മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട് ആ സ്ഥലത്തെ ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് അല്ലാമ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മരണപ്പെട്ട വീടുകളിൽ നമ്മൾ മൗലിദ് ഓതുന്നത്. അങ്ങനെ മൗലിദ് ഓതിക്കഴിഞ്ഞാൽ, അങ്ങനെ മരണപ്പെട്ട വീട്ടിൽ മൗലിദ് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചാൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. റഹ്മത്തിന്റെ മലക്കുകളുള്ള മജ്ലിസിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഇന്നേ വരെ അനസ്യൂതം അനവരതം അഭംഗുരം മുസ്ലിമീങ്ങൾ എല്ലാവരും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ എല്ലാ നിലക്കും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹ മനസ്സുകളോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഏറ്റി നടക്കുന്ന വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. പരിഗണിക്കേണ്ട മാസമാണ് മുന്നിലേക്ക് വരുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ പരിഗണിക്കേണ്ട വിധം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓഫർ എന്ന് പറയുന്നത് അത് എത്രയോ വലിയതാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു ചരിത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മഹാനായ ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരിയുടെ ഭരണകാലഘട്ടത്തിൽ ബസ്രയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. എന്താണ് ബസ്രയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യന്റെ പ്രത്യേകത എന്നറിയുമോ? അതേ, ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ആ മനുഷ്യന് വലിയ രൂപത്തിലുള്ള പരിഗണനകളില്ല. ദിക്റിന്റെ മജ്ലിസുകൾ, നിക്കാഹിന്റെ മജ്ലിസുകളിലൊന്നും പരിഗണിക്കാത്തൊരു മനുഷ്യനാണ്. എല്ലാ സമയത്തും പള്ളികളിലേക്ക് വരുന്നവനല്ല. പല രൂപത്തിൽ ഇങ്ങനെ ജീവിച്ചു പോയൊരു മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വർഷവും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സമാഗതമായാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരം മാറുകയാണ്.
നടക്കുകയാണ്. ഉള്ള വസ്ത്രങ്ങളെല്ലാം അലക്ക് തേച്ച് മിനുക്കി നല്ല വസ്ത്രം ധരിക്കുകയാണ്. സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ന് മാത്രമല്ല, തന്റെ ഭവനത്തിൽ എല്ലാ റബീഉൽ അവ്വൽ വരുമ്പോഴും അവിടെ മൗലിദ് സംഘടിപ്പിക്കുന്നു. ആ മൗലിദ് സംഘടിപ്പിച്ചതിന് ശേഷം അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുകയാണ്. എല്ലാ റബീഉൽ അവ്വൽ മാസത്തിലും അവിടെ മൗലിദ് സംഘടിപ്പിക്കുന്നു. അവിടെ ഭക്ഷണ വിതരണം നടത്തുകയാണ്. അങ്ങനെ ആണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്ക് ഈ മനുഷ്യൻ ആ ലോകത്തോട് വിട പറഞ്ഞു പോയി. പക്ഷേ ആ മനുഷ്യൻ വിട പറഞ്ഞു പോയ സമയത്ത് കാര്യമായി ആരും പരിഗണിക്കുന്നില്ല. ഒരു സാധാരണ രൂപത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണല്ലോ, വലിയ രൂപത്തിലുള്ള പരിഗണനകൾ കൊടുക്കേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിക്കാൻ വലിയ രൂപത്തിലുള്ള ആളുകളില്ല. ആ സമയത്ത് ബസറയുടെ ആകാശത്തിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. ഉഹ്ളുറൂ യാ അഹ്ലൽ ബസറ, ഓ ബസറക്കാരെ സന്നിഹിതരാകണേ, ഓ ബസറക്കാരെ നിങ്ങളൊന്ന് ഒരുമിച്ച് കൂടണേ. വഷ്ഹദു ജനാസത വലിയ്യിൻ മിൻ ഔലിയാഇല്ലാഹി തആല, അതെ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന്റെ ഔലിയാഇന്റെ ജനാസയെ അനുഗമിക്കുന്നതിന് വേണ്ടി, അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടണേ. فإنه عزيز عندي, നിങ്ങൾക്ക് ആ മനുഷ്യനെ വിലയില്ലാതിരിക്കാം, നിങ്ങൾ ആ മനുഷ്യനെ പരിഗണിക്കാതിരിക്കുന്നില്ലായിരിക്കാം, എന്നാൽ എൻ്റെ അടുക്കൽ ആ മനുഷ്യൻ പ്രതാപിയാണ്. ബസറക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി ആ മനുഷ്യന് അന്ത്യയാത്ര മനോഹരമായി നൽകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള നല്ലവരായ കുറച്ചാളുകൾ ഈ മനുഷ്യനെ സ്വപ്നത്തിൽ ദർശിക്കുന്നു. ആ നാട്ടിലുള്ള നല്ലവരായ കുറച്ചാളുകൾ ഈ മനുഷ്യനെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യന്റെ രൂപം കണ്ണഞ്ചിപ്പിക്കുന്ന രൂപമാണ്. സ്വർഗീയ ലിബാസേന്റെ സ്വർഗീയ സുഗന്ധത്തിന്റെ അകമ്പടിയോടുകൂടെ ആ മനുഷ്യൻ ഇങ്ങനെ വിരാജിക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യർ ചോദിക്കുന്നു, ബിമനിൽ തഹാദിഹിൽ ഫളീല, ദുനിയാവിൽ വലിയ സ്ഥാനങ്ങളൊന്നുമില്ലാതെ നടന്ന നിങ്ങൾ എങ്ങനെയാണ് സ്വർഗീയ ലിബാസണിനെ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടിയാണ്, ബിതഅലീമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ പരിഗണിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് എനിക്ക് ഈ വലിയ സ്ഥാനം കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയ വലിയ ചരിത്രങ്ങളാണ്, പാഠങ്ങളാണ്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ തൃപ്തി വേണോ? റസൂലുള്ള ഇല്ലാതെ കഴിയൂല. ആ തൃപ്തി ലഭിക്കാനുള്ള മാസമാണ് ബിശഹരി റബീഉൽ അവ്വൽ. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദുകളെ കൊണ്ട് അനുഗ്രഹീതമായി ആ മാസത്തെ അല്ലാഹുവിലേക്ക് അർപ്പിക്കണേ. നമ്മുടെ വീടുകളിലെല്ലാം മൗലിദ് നടക്കണം. പള്ളികളിൽ മൗലിദ് നടക്കും, ശരിയാണ്. വീടുകളിൽ മൗലിദ് നടത്താൻ പറ്റണം. എല്ലാ ദിവസവും നടത്തണം. ഏതെങ്കിലും ഒരു ദിവസം കുടുംബത്തിലെ വളരെ അടുത്ത ആളുകളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു മൗലിദ്, അതിൽ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി ആ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക. വലിയ സദസ്സൊരുക്കാൻ കഴിയുന്നവർ അങ്ങനെ ഒരുക്കുക. അല്ലാത്ത ആളുകൾ അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചൊരു സദസ്സൊരുക്കുക. എങ്ങനെയാണെങ്കിലും മറ്റുള്ള മാസങ്ങളെക്കാൾ റബീഉൽ അവ്വൽ മാസത്തെ പരിഗണിച്ചവരാണ് നമ്മൾ. ഇന്ന് റബീഉൽ അവ്വൽ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും അള്ളാഹുവിൻ്റെ ഏടുകളിലും നമുക്കൊരു സ്ഥാനം കിട്ടണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗലിദ് പാരായണം തുടങ്ങി വെച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലല്ലോ, സിദ്ദീഖ് തങ്ങളോ ഉമർ തങ്ങളോ ഉസ്മാൻ തങ്ങളോ അല്ലല്ലോ. പല ആളുകളും ചോദിക്കും, സ്വഹാബത്ത് മൗലിദ് ഓതിയോ?
താബിഴികൾ മൗലിദ് ഓതി എന്ന് ചോദിക്കും. എന്നാൽ അറിയണേ, ചരിത്രത്തിൽ ആദ്യമായി മൗലിദിന്റെ ശകലങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പഠിപ്പിക്കുന്നതാരാണ്? അത് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ? അല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോ, ഉമർ തങ്ങളോ, ഉസ്മാൻ തങ്ങളോ, അലിയാർ തങ്ങളോ, സ്വഹാബത്തോ അല്ല. ആദ്യമായി നമുക്ക് മൗലിദ് ഓതി പഠിപ്പിച്ചതാരാണ്? ഉലകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തി നോക്കൂ. സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ വചനത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മൗലിദിന്റെ ഈരടികൾ ആരംഭിക്കുന്നില്ലേ? ഇനി വേണോ സൂറത്ത് തൗബയുടെ 128-ലോട്ടൊന്ന് നോക്കൂ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തങ്ങളുടെ വിശേഷണങ്ങളല്ലേ പറയുന്നത്, തങ്ങളുടെ പ്രകീർത്തനങ്ങളല്ലേ പറയുന്നത്. ഇനി വേണോ സൂറത്തുൽ അഹ്സാബിന്റെ 45-46-ലോട്ടൊന്ന് നോക്കൂ. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. റസൂലുള്ളാഹിയെ പ്രകാശിച്ചു നിൽക്കുന്ന വിളക്കുകളോട് പരിശുദ്ധ ഖുർആൻ സാദൃശ്യപ്പെടുത്തുന്നു. ഇതേ പ്രയോഗങ്ങളല്ലേ മൗലിദിന്റെ സദസ്സിൽ കാണുന്നത്. അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂർ അൻത ഇക്സീറുൻ വഗാലി അൻത മിസ്ബാഹുസ് സുദൂർ. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളെ കടമെടുത്തുകൊണ്ടാണ് മൗലിദ് ഗ്രന്ഥങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് മൗലിദ് പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നീട് സ്വഹാബത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ചരിത്രങ്ങളിലോട്ടൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയുടെ ശകലങ്ങൾ കാണാം. കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കവിതയുടെ ശകലങ്ങൾ കാണാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രചിച്ച ഖസീദത്തുൻ നുഅ്മാനിയ ദർശിക്കാം. ഇമാം ബൂസുരി തങ്ങളുടെ പ്രണയകാവ്യമായ ഖസീദത്തുൽ ബുർദ കാണാം. റഷീദുൽ ബഗ്ദാദി തങ്ങളുടെ ഖസീദത്തുൽ വിത്രിയ കാണാം. വെളിയങ്കോട് ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹുവിന്റെ സ്വല്ലല്ലാഹു ബൈത്തിന്റെ ഈരടികൾ കാണാം. മങ്കൂസ് മൗലിദ് കാണാം. ശറഫുൽ അനാം മൗലിദ് കാണാം. സുബ്ഹാന മൗലിദ് കാണാം. ഇങ്ങനെ മുൻഗാമികളെല്ലാം റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദോതി നമ്മുടെ മുന്നിലേക്ക് പടർന്നു തന്ന അധ്യാപനങ്ങളുണ്ട്. അത് ഭാഷകളോ അത് ദേശങ്ങളോ കടന്നുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും റസൂലുള്ളാഹിന്റെ മൗലിദ് ഇന്നും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ലമ്മക്കാനാതക് ചമക്തേ ഹൈ നൂറേ നബി അക്സ് റുഖ് സേ ഹൈ റോഷൻ ജമീനോ സമാൻ. അതേ ദേശങ്ങളില്ലാതെ കാലങ്ങളില്ലാതെ സ്ഥലകാലങ്ങൾക്ക് അതീതമായി റസൂലുള്ളാഹിന്റെ പ്രകീർത്തനങ്ങൾ എല്ലാ ഭാഗത്തേക്കും നടന്നുകൊണ്ടിരിക്കുന്നു. അക്സ് റുഖ് സേ ഹൈ റോഷൻ ജമീനോ സമാൻ. റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ പ്രതിഫലമാണ്, അവിടുത്തെ പ്രത്യേകതകളാണ് ലോകത്ത് മുഴുവനും നിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശങ്ങൾ കേട്ടോ. മാങ്ക് കേ ഉൻസെ കോനേനെ ഖാലി ഗയാ മാങ്ക് കേ ഉൻസെ കോയിന ഖാലി ഗയാ. റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരാൾ ചെന്നാൽ അവിടുന്ന് കൈമടക്കാറില്ലല്ലോ. ഉൻകെ റഹ്മത്ത് കാ ബഹർ ഹേ ബേ ഇൻതഹാ.
റസൂലുള്ളാന്റെ കാരുണ്യത്തിന്റെ ഉറവ ലോകത്ത് എല്ലായിടത്തും അതിരുകളില്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാമാണ് റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതി വെച്ചത്. ഭാഷകളുണ്ടോ? അതിന് ഇല്ല. അതിന് സംസാരത്തിന്റെ ആവശ്യങ്ങളുണ്ടോ? ഇല്ല. അതുകൊണ്ട് മൗലിദിലൂടെ ഈ മാസത്തെ നമ്മളൊന്ന് പ്രകീർത്തിക്കണേ. മൗലിദിലൂടെ ഈ മാസത്തെ നമ്മളൊന്ന് അനുധാവനത്തിലേക്ക് എത്തിക്കണേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞു തുളുമ്പണേ. മൗലിദോതുന്നതിന്റെ പ്രകീർത്തനങ്ങൾ, മഹത്വങ്ങൾ അല്ലാമാ സുയൂത്തിയുടെ ഗ്രന്ഥങ്ങൾ എടുത്താൽ, റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ എടുത്താൽ തന്നെ ധാരാളം കാണും. സമയത്തിന്റെ കുറവ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തഴവ ഉസ്താദിന്റെ 2 വരികൾ പറഞ്ഞുകൊണ്ട് സമാപ്തി കുറിക്കട്ടെ. മൗലിദിന്റെ സദസ്സ് നമ്മുടെ വീട്ടിൽ ഒരുക്കിയാൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്താണ്? നബിക്കുള്ള മൗലിദ് വീട്ടിലും നോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നത് കാണുന്നതാ. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ മൗലിദുകളെ കൊണ്ട് അലങ്കരിക്കണേ. പള്ളികളിൽ നടക്കുന്ന മൗലിദ്, റബീഉൽ അവ്വലിന്റെ 1 ദിവസം പോലും നിന്റെ മൗലിദ് നഷ്ടപ്പെടൂല്ല എന്ന തീരുമാനങ്ങൾ എടുക്കണേ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ മാസത്തിൽ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് അധികരിപ്പിച്ച് നൽകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് മൗലിദ് സദസ്സിന്റെ ചില കാര്യങ്ങൾ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ നമുക്കായി അതുമായി ബന്ധപ്പെട്ട് വിശാലമായി സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.